ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ തോളിലിരുത്തി അച്ഛൻ കാഴ്ചകൾ കാണിക്കാറുണ്ട്. എന്തിനായിരിക്കാം അച്ഛൻ നമ്മളെ അവരുടെ തോളിന് മുകളിൽ ഇരുത്തി കാഴ്ചകൾ കാണിക്കുന്നത്? ഓരോ അച്ഛനും വിചാരിക്കുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നേക്കാൾ ഉയരത്തിലിരുന്ന് കാഴ്ച കാണട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കാം. എന്തായാലും ചില സന്ദർഭങ്ങളിൽ അവർ നമ്മളുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, അത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. ഇന്ന് നമുക്കൊരു കുഞ്ഞു കവിത കേട്ടാലോ? കവിതയുടെ പേര് പേടിപ്പനി. ദേഹത്ത് തീക്കോരിയിട്ട് പനി, പണിക്ക് പോയിടത്ത് എന്തേലും കണ്ട് പേടിച്ചിട്ടുണ്ടാവുമെന്ന് ചമ്മന്തിക്കായി വറമുളക് വറുക്കുന്നതിനിടയിൽ അമ്മ. കഞ്ഞിയിൽ ഇത്ര കയ്പ് നിറച്ചതാര്, തൊട്ടേയില്ല ചമ്മന്തി, കയ്പിനെ ഇരട്ടിപ്പിച്ചിറങ്ങിപ്പോയി തൊണ്ടവഴി താഴോട്ട് ഒരിഞ്ച് നീളത്തിലൊരു ഗുളിക. പൊന്നോ, നീ വിറയ്ക്കണതെന്തടാ? പാതിരാത്രി പായക്കരികിൽ വിളക്കുവെട്ടത്തിൽ അപ്പൻ. വാ തുറക്ക്, പനി പറക്കും, നാവറിഞ്ഞത് തുളസിച്ചാറിൻ്റെ ചവർപ്പ്. പനി വിട്ട് രാവിലെ അപ്പനെ അടക്കിയിടത്ത് ചെന്ന് നോക്കുമ്പോൾ വിറയ്ക്കുന്നു കുഴിമാടത്തിന് മുകളിലെ തുളസിച്ചെടി പനി വന്നിട്ടെന്ന പോലെ. പനി വിട്ട് രാവിലെ അപ്പനെ അടക്കിയിടത്ത് ചെന്ന് നോക്കുമ്പോൾ വിറയ്ക്കുന്നു കുഴിമാടത്തിന് മുകളിലെ തുളസിച്ചെടി പനി വന്നിട്ടെന്ന പോലെ. പേടിപ്പനി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലരുടെ സാമീപ്യം, അദൃശ്യമായ സാമീപ്യം നമുക്ക് എത്രത്തോളം ആശ്വാസകരമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പേടിപ്പനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.